Hello dear students, welcome back to Edu 2.0 Plus 2 C batch. നമ്മുടെ കൊമേഴ്സ് ബാച്ച് നാളെ സ്റ്റാർട്ട് ആവുകയാണ്. കൊമേഴ്സിൽ ഫീൽഡ് ആയ എല്ലാ സ്റ്റുഡൻസിനും ജോയിൻ ചെയ്യാം. നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത മിസ് പ്രത്യേകം പറയാണ്, നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തതിൽ നമുക്ക് വളരെയധികം വലിയൊരു സക്സസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനെ പറ്റി നിങ്ങൾ റിലേറ്റഡ് ആയിട്ട് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ഉണ്ട്, അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. കാരണം നമ്മൾ എങ്ങനെയാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നതും എങ്ങനെയാണ് ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്യുന്നതുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മൾ മാക്സിമം ഒരു 25 ഡേയ്സ് എന്ന് പറയുമ്പോൾ 25 ഡേയ്സ് പ്ലസ് ഉണ്ട് കേട്ടോ. കാരണം 28-ന് സ്റ്റാർട്ട് ചെയ്താൽ 27-ാം തീയതി എക്സാം കഴിയുന്നത് വരെയും നമുക്ക് എന്തുണ്ടാവാം, നമുക്ക് ക്ലാസ് ഉണ്ടാവില്ല. എക്സാമിൻ്റെ തലേദിവസം ഒക്കെ നമുക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. 25 ഡേയ്സ് ക്ലാസ് ഉണ്ടായിരിക്കും. ഇനി ഈ 25 ഡേയ്സ് കൊണ്ട് മിസ് ഞങ്ങൾ പഠിച്ചു കഴിയുമെന്ന് ചോദിച്ചാൽ മിസ് നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി തരാം. നമുക്ക് ഷുവറായിട്ടും പഠിച്ചു കഴിയും. ഓരോ ദിവസം പഠിക്കേണ്ട ടോപ്പിക്ക് മിസ് നിങ്ങൾക്ക് തരുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്, ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. അത് നിങ്ങൾ ആ രീതിയിൽ തന്നെ പഠിക്കാം. എക്സ്ട്രാ നിങ്ങളുടേതായ രീതിയിൽ പഠിക്കാതെ മിസ്സിൻ്റെ കുട്ടികളായി വന്ന നിങ്ങൾക്ക് മിസ് പറയുന്ന ടോപ്പിക്കുകൾ ഡെയിലി പഠിക്കാം. ഇനി നമ്മളെല്ലാ ചാപ്റ്റേഴ്സും ഇവിടെ കവർ ചെയ്യൂട്ടാ. അല്ലാതെ ഒരു 2-3 പാഠം പഠിച്ചാൽ ഞാൻ ജയിക്കുന്ന ഒരു ഉറപ്പും മിസ് പറയില്ല. ഒരു സബ്ജക്റ്റിൽ ഒരു 12 ചാപ്റ്റേഴ്സ് ഉണ്ട് എങ്കിൽ ആ 12 ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടും നിങ്ങൾക്കൊരു വിവരം ഉണ്ടായിരിക്കണം. അതിൽ ചില പാഠങ്ങൾ വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയ പാഠങ്ങളാണ്. അപ്പം നമ്മൾ അതിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കും. ചിലതോ തീരെ നമുക്ക് എന്താ പറയുക, അത്ര വലിയ കാര്യമില്ല, 1 മാർക്കോ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് വരുള്ളൂ വെച്ചെങ്കിൽ നമ്മൾ ആ രീതിയിൽ അതിനെ കണ്ടാൽ മതി. പിന്നെ എക്സാം ഓറിയൻറ്റഡ് ടോപ്പിക്സ് മാത്രമേ നമ്മൾ കവർ ചെയ്യുള്ളൂ. കാരണം സമയത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും നമ്മൾ പാസ്സാവാനുള്ള നമ്മുടെ അത്യാവശ്യങ്ങൾ കൊണ്ടും, അതായത് നമ്മുടെ എമർജൻസി, നമ്മുടെ ആവശ്യം അതാണ്. അതുകൊണ്ടും എക്സാം ടോപ്പിക്സ് മാത്രമാണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെയിലി ലൈവ് ക്ലാസ്, അതായത് സമയം മിസ് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്തിന് ലിങ്കിൽ കയറിയിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. അങ്ങനത്തെ ക്ലാസ് അല്ലാതെ മുന്നെയോ മാർച്ചിലോ ക്രാഷ് ബാച്ചിലോ ഒന്നും ഇട്ട് തരുന്ന ടോപ്പിക്സുകൾ നിങ്ങൾക്ക് ഇട്ട് തരല്ല മിസ് ചെയ്തത്. ഡെയിലി നിങ്ങൾക്ക് മുന്നേ ആയിട്ട് ലൈവായിട്ട് ക്ലാസ് എടുക്കുകയാണ് മിസ് ചെയ്യുന്നത്. ഇനി ആ ടൈമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസും നമുക്ക് അവൈലബിൾ ആണ്. അതും പേടിക്കണം നിങ്ങൾക്ക്. ഇപ്പോൾ കുറേ കുട്ടികൾ പറഞ്ഞു മിസ്സിൻ്റെ അടുത്ത് അവർ പുറത്ത് പോയിട്ട് പല കോഴ്സിൽ ചേർന്നവരുണ്ട്, PSC ബാങ്ക് കോച്ചിങ് ഒക്കെ ചേർന്നവരുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, അത് കഴിഞ്ഞിട്ട് ചേർന്നാൽ മതി. ഇനി മിസ്സിൻ്റെ ഹാൻഡ് റിട്ടൺ PDF ഷോർട്ട് നോട്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതറിയാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ മിസ്സിൻ്റെ നമ്മുടെ ചാനലിലെ മുന്നത്തെ എക്സാം വീഡിയോസ് നോക്കാം. ആ എക്സാം വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ഇക്കണോമിക്സും അതുപോലെ അക്കൗണ്ടൻസും ഒക്കെ മിസ് ക്ലാസ് എടുത്തതിൻ്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് അന്നത്തെ സ്റ്റുഡൻസിൻ്റെ ഒരുപാട് പേര് മിസ് അയച്ചു തരുമെന്ന് ചോദിച്ചിരുന്നു. അതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ടുള്ള നോട്ട്സുകളാണ് നമ്മൾ എൻ്റെ മുന്നിലുള്ള കുട്ടികളുടെ ആ ഒരു കാലിബർ വെച്ചിട്ടാണ് നമ്മൾ ആ നോട്ട്സ് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. ദെൻ നമ്മുടെ പ്ലാനിങ് വെൽ ഷെഡ്യൂളാണ്. അതായത് 4 സബ്ജക്റ്റ് വരുന്ന കുട്ടികൾക്ക് പറ്റിയ ഒരു പ്ലാനിങ് ആണ്. കാരണം നമ്മൾ മോർണിംഗ് ടു നൂൺ സെക്ഷനിൽ ഓരോ 1 അവർ വെച്ച് 4 സബ്ജക്റ്റ് ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കും. ഒരു 6 മണി ടു 2 മണി വരെ നമ്മൾ ക്ലാസ്സുകൾ അവസാനിപ്പിക്കും. അതിനുശേഷം നിങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുത്ത് ഒരു ഈവനിങ് സെക്ഷനിൽ ഒരു 4 to 10 വരെ നിങ്ങൾക്ക് സ്റ്റഡി ടൈം ആണ്. അന്നത്തെ ദിവസം നമ്മൾ എടുത്തത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു സമയമാണ് കേട്ടോ. ദെൻ ഒരു കംപ്ലീറ്റ് സപ്പോർട്ടാണ് നമ്മൾ നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഡൗട്ട് ക്ലിയറൻസ് എങ്ങനെ ചോദിക്കാമെന്ന് ചോദിച്ചിരുന്നു. ഡൗട്ട് ക്ലിയറൻസ് നിങ്ങൾക്ക് പേഴ്സണലി വാട്സപ്പിൽ ചോദിക്കാം. ലൈവ് ക്ലാസ് എടുക്കുമ്പോൾ കമൻറ്റ് സെക്ഷനിലൊക്കെ നമുക്ക് ചോദിക്കാം. യൂട്യൂബ് ലൈവ് സ്ട്രീം പ്രൈവറ്റ് ലിങ്ക് വഴിയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ട് പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സയൻസ് സബ്ജക്റ്റ് നമ്മൾ ഇത്തവണ ക്ലാസ് എടുക്കുന്നില്ല. ഇതുവരെ ക്ലാസ് എടുക്കുന്നതിനെ പറ്റിയിട്ട് നമ്മൾ സയൻസിൻ്റെ കാര്യം നമ്മൾ ചിന്തിച്ചിട്ടില്ല. സയൻസ് ബാച്ചിൽ മിസ് ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് എന്താ പറയുക, ഹോസ്പിറ്റൽ ഇഷ്യൂസ് ആയതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കാത്തത്. ഇനി എങ്ങാനും 1 വീക്കിനുള്ളിൽ നമ്മൾ 10 days 15 days സയൻസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കും. ഇനി മിസ്സിൻ്റെ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അഡ്മിഷൻ്റെ കാര്യങ്ങളും നമുക്ക് കിട്ടും. ഇന്നത്തോടു കൂടി മാക്സിമം അഡ്മിഷൻ നമ്മൾ ക്ലോസ് ചെയ്യാണ്. കാരണം ഇന്ന് വന്ന എല്ലാ സ്റ്റുഡൻസും ലാസ്റ്റ് ഡേ ആണ്. നമുക്ക് നാളെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ നാളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എത്രയും വേഗം അഡ്മിഷൻ ലേറ്റ് ആവാതെ എല്ലാവരും എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.
നമ്മുടെ സബ്ജക്റ്റുകൾ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, ഇക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇനി ഇംഗ്ലീഷും അതുപോലെ തന്നെ മാത്സും, ഇത് രണ്ടും നമുക്ക് കഴിഞ്ഞ മാർച്ചിൽ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ് അറ്റ് 500. ഇതെല്ലാം 1000 rupees ആണ് നമുക്ക് പേയ്മെന്റ് വരുന്നത്. ഓരോ സബ്ജക്റ്റ് 1000 rupees ആണ്. കാരണം നമുക്ക് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അത്രയും ഹാർഡ് വർക്ക് എടുത്താൽ മാത്രമേ നമുക്ക് ജയിപ്പിക്കാൻ പറ്റുള്ളൂ. ഡെയിലി ലൈവ് ക്ലാസ് ഒന്നേന്ന് വന്ന് നമ്മൾ തുടങ്ങണം. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫീസ് സ്ട്രക്ചർ അവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണ്, മിസ്സിന്റെ ക്ലാസ് വേണം എന്ന് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ എത്രയും വേഗം കോൺടാക്ട് ചെയ്യുക. ഇന്നത്തെ ഒരു ദിവസമാണ് നമ്മൾ അഡ്മിഷൻ പോർട്ടൽ തുറന്നിരിക്കുന്നത്. നാളെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. ഓൺ 28 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നാളെ ട്രയൽ ക്ലാസ് ഇട്ടിട്ട് സബ്ജക്ട് വൈസ് ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ. ഓക്കെ എവ്രിവൺ, അപ്പം നിങ്ങൾ എത്രയും വേഗം ഫെയിൽഡ് ആയിട്ടിരിക്കുന്നവർ വിഷമിക്കാതെ ഒരു ഫുൾ എനർജിയോട് കൂടിയിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.